ഇതാണ് മാലകെട്ട് വിദ്വാൻ രമ്യ. ഇത് കൃഷ്ണനാണ് വിദ്വാത്തിയോ. ഇതുകൊണ്ട് നമുക്ക് കോടീശ്വരന്മാരാവാം. കാരണം ഇത് പറിച്ച് നമുക്ക് വിഷു ആവുമ്പോൾ വിൽക്കാം. അന്നേരം ഈ ജയ്തയൊക്കെ ഞങ്ങളെ പുച്ഛിച്ചു. എന്നിട്ട് കറക്റ്റ് വിഷു ദിവസമായി. ആ കൊന്നപ്പൂയിലോട്ട് നോക്കിയാൽ കുറച്ച് കരിഞ്ഞ ഇലകൾ മാത്രം. കുറുവാ സംഘത്തിനെ തടഞ്ഞു നിർത്തി അച്ഛൻ പ്രത്യേകം വാങ്ങി വെച്ച ലൈറ്റാണത്. ഇത് കുറുവാ സംഘത്തിനെ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇല്ല. എന്നെ കാണാം അമ്മയുടെ കുഞ്ഞിലത്തെ പോലെ ഇല്ല. അമ്മ പറഞ്ഞു അതെ നീ ഒരു കുഞ്ഞമ്മയായത്. ഇന്ന് കണി വെച്ചിട്ട് നടുക്ക് കയറി ഇരിക്കാനുള്ളതാ. ലൈറ്റ് ഒന്നും എന്ത് ചെയ്ത് സർപ്രൈസ് ആണ്. ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഹലോ, ഒത്തിരി പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ വിഷു വ്ളോഗിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും വിഷു വ്ളോഗ് എടുത്തേക്കാതെ. ഞാൻ എല്ലാ വിഷുവിനും വ്ളോഗ് ഇടാറുണ്ടല്ലേ. മിക്ക വിഷുവിനും ഞാൻ വ്ളോഗ് ഇടാറുണ്ട്. യൂട്യൂബൊക്കെ തുടങ്ങിയ പിന്നെ ഒരു രസമാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇരുന്ന് കാണാനാണ്. അത് നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു മെയിൻ ആക്ടറുണ്ട് നമുക്ക്. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമായിട്ട് തലേ ദിവസം രാത്രിയിലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇത് ആർക്ക് വെക്കാനാ? ഇതാണ് മാലകെട്ട് വിദ്വാൻ രമ്യ. ഇത് കൃഷ്ണനാണ് വിദ്വാത്തിയോ. ഓക്കെ, ഇതെന്നാ ചെയ്യാനാ? ഇത് കൃഷ്ണന് വെക്കാൻ. ഇത് ഞാൻ എൻ്റെ തലയിൽ വെക്കാൻ പറിച്ചുകൊണ്ട് വന്ന തുളസിയാണ്. ഇതാര രാമ തുളസിയോ കൃഷ്ണ തുളസിയോ? ഇത് രാമ തുളസി. അപ്പോൾ അമ്മ അത് കൃഷ്ണന് കെട്ടിവെക്കുവാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കാരണം അമ്മ എനിക്ക് വേറെ കെട്ടിത്തരാന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ വേറെ ഉണ്ടല്ലേ, ഇത്രയും ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ അത് കൊന്നപ്പൂ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അത് വലിയൊരു കഥയാണ്. ഞാനും നന്ദു, അമ്പാടി, കാശി, അതൂട്ടൻ ഞങ്ങളൊക്കെ കൂടി വിചാരിച്ചു വിഷു ഒക്കെ അല്ലേ ഞങ്ങളുടെയാണ് ഇവിടുത്തെ ഫ്രണ്ടിലത്തെ അച്ഛയുടെ അച്ഛമ്മയുടെ. ഒന്നും മിണ്ടാതെ ഞാൻ പറഞ്ഞോട്ടെ. അവന് ക്ലൈമാക്സ് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും. എന്ത് ഞാനും വരും. ഞങ്ങളുടെ അവിടെ അച്ഛയുടെ അച്ഛമ്മയുടെ ഫ്രണ്ടിലത്തെ വഴിയില്ലേ, അവിടുത്തെ കൊന്നപ്പൂ ഇങ്ങനെ നിറച്ച് പൂത്ത് നിന്നിട്ട് നമുക്ക് അതിലോട്ട് നോക്കത്തില്ല. മഞ്ഞ കളർ കാണണം. അത്രയും കൊന്നപ്പൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ട് നമുക്ക് കോടീശ്വരന്മാരാവാം. കാരണം ഇത് പറിച്ച് നമുക്ക് വിഷു ആവുമ്പോൾ വിൽക്കാം. അന്നേരം ഈ ജയ്തയൊക്കെ ഞങ്ങളെ പുച്ഛിച്ചു. അപ്പം ഞങ്ങൾ അതിനൊന്നും വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ വിചാരിച്ചു ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്കിത് പുറത്ത് വിൽക്കാം. എന്നിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. നമുക്ക് രാത്രി കാറെ പോകുന്നു, നമ്മളിത് കൊണ്ടു നടന്ന് വിൽക്കുന്നു. അല്ല, നമുക്കങ്ങനെ മോശം ഉദ്ദേശമൊന്നുമില്ല. നമുക്ക് ആവശ്യക്കാർക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. പൈസ കിട്ടും. അങ്ങനെ എന്നിട്ട് കറക്റ്റ് വിഷു ദിവസമായി. ആ കൊന്നപ്പൂയിലോട്ട് നോക്കിയാൽ കുറച്ച് കരിഞ്ഞ ഇലകൾ മാത്രം. ഒരൊറ്റ പൂ പോലും ഒരെണ്ണം ഒരു ഉണ്ട പൂ പോലും ഇല്ലാതെയില്ല. അത്രയും ഒന്നും ഇല്ലാതായിപ്പോയി. പിന്നെ ഞങ്ങൾ വരുന്ന അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. എവിടെയും ഇല്ല. അങ്ങനെ ഞാനും അതൂട്ടനും കൂടെ എൻ്റെ നാളെ ഞാൻ സെറ്റും മുണ്ട് കൊടുക്കാമെന്ന് വെച്ചോണ്ട്. അപ്പം എൻ്റെ സെറ്റും മുണ്ടും ഒരു പുളിയിലെ കരയാനും പച്ച വരെയുള്ള ഞാൻ വിചാരിച്ചു എന്നാൽ തുളസി മാല കെട്ടി തലയിൽ വെക്കാം. അമ്മ നന്നായിട്ട് മാല കിട്ടും. വന്ന അമ്പലത്തിൽ പോകും നാളെ നമ്മൾ. അപ്പോൾ തുളസിമാല കെട്ടി തലയിൽ വെക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തുളസി പറിക്കാനായിട്ട് കാശിബ്രോയുടെ വീട്ടിൽ ചെന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ തുളസി പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു ചേട്ടൻ ദൈവദൂതനെ പോലെ ബൈക്കിൽ വന്നപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഞങ്ങളോട് സംസാരിക്കുന്നത് അച്ഛക്കൊക്കെ അറിയുന്ന ചേട്ടൻ, നമുക്ക് അറിയുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിറച്ചും കൊന്നപ്പൂ. ഞാൻ ചേട്ടൻ എവിടെ നിന്ന് കൊന്നപ്പൂ കിട്ടി? ഞങ്ങൾ ഈ ലോകം മൊത്തം നോക്കി കൊന്നപ്പൂ ഉണ്ടോ, പക്ഷെ ഞങ്ങൾക്ക് കൊന്നപ്പൂ കിട്ടിയില്ല എന്നാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിനിപ്പോൾ എന്നാ കൊച്ചു പകുതി എടുത്തോളാം പറഞ്ഞു. അതാരാ അതിൻ്റെ ഇടയ്ക്കൂടെ പോയി? കൃഷ്ണനോ? അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞ നമ്മളെ പുച്ഛിക്കും. ഇത് കണ്ടോ, ഇന്ന് കണി വെച്ചിട്ട് നടുക്ക് കയറി ഇരിക്കാനുള്ളതാ. ലൈറ്റ് ഒന്നും എന്ത് ചെയ്ത് സർപ്രൈസ് ആണ്. ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഇത് ഉത്സവത്തിന് കിട്ടുന്ന സാധനമല്ല. ഇത് കൃഷിക്ക് പോകുമ്പോൾ കുറുവാ സംഘത്തിനെ തടഞ്ഞു നിർത്തി അച്ഛൻ പ്രത്യേകം വാങ്ങി വെച്ച ലൈറ്റാണത്. ഇത് കുറുവാ സംഘത്തിനെ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇല്ല. കുറുവാ സംഘം കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് ഉള്ളത് എൻ്റെ അച്ഛൻ്റെ ഇല്ലാട്ടോ. എനിക്ക് ഞാൻ അതിൽ അഭിമാനിക്കും. അത് ഞാൻ പറയുക. എന്നിട്ട് ആ ചേട്ടനോട് വെച്ച് എവിടുന്നാണ്? അപ്പോൾ ആ ചേട്ടൻ അതിനിപ്പോൾ എന്നാ കൊച്ചി എൻ്റെ പകുതി എടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടൻ അത് വേണ്ട. ആ ചേട്ടൻ പാവം അത് എവിടുന്നോ കഷ്ടപ്പെട്ട് ആരാണ്ട് വിട്ട് പറപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ അത് കുഴപ്പമില്ല, ചേട്ടൻ എടുത്തോളാം. അപ്പോൾ ആ ചേട്ടൻ പാവം ഭയങ്കര സ്നേഹം. ആ ചേട്ടൻ പറഞ്ഞു കൊച്ചെടുത്തോ കുഴപ്പമില്ല, പകുതി എടുത്തോ, എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ ചേട്ടൻ്റെ കയ്യിലിരുന്ന നല്ല കൊന്നപ്പൂ ആ ചേട്ടൻ്റെ പാവം വന്നിട്ട് മുട്ട കിട്ടി വെച്ചേ ഞങ്ങൾക്ക് അതിൻ്റെ പൂ മൊത്തം തന്നു. അപ്പോൾ പ്രകൃതി ചേച്ചി ഓടി വന്നു, എനിക്കൊരു 2 തണ്ട് തരുമോ എന്ന്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരുന്നത് 2 തണ്ട് പ്രകൃതി ചേച്ചിക്ക് കൊടുത്തു. അതിൽ നിന്ന് ബാക്കിയുള്ള കൊന്നപ്പൂവാണ്. ഇത്രയും ഞങ്ങൾക്ക് തന്നു ആ ചേട്ടൻ. എവിടെയെങ്കിലും കൊന്നപ്പൂ ഉണ്ടോ തപ്പാനായിട്ട് അമ്പാടിയും നന്ദുവും കൂടെ
സ്കൂട്ടറിൽ പോയി, ഇവിടെ മൊത്തം ഈ റൗണ്ട്, ഈ പാതുവ പോയി, മണലെ പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് പോയി. പക്ഷെ അവിടെ ഒന്നുമില്ല. ഈ സ്ഥലമൊക്കെ എൻ്റെ സ്ഥലമാട്ടോ, അവിടെ ഒന്നുമില്ല. അമ്മേ, നാളെ കഴിഞ്ഞിട്ടത്തിന് കുറച്ച് പൈസ ചേഞ്ച് എടുക്കണമല്ലോ, അതിപ്പോ എന്താ ചെയ്യുന്നത്? എനിക്കും ചേഞ്ച് വാങ്ങണം. വിഷു എത്തുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ വളർന്നു. കാരണം എനിക്ക് താഴെ ഇവിടെ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഞാനും കൊടുക്കേണ്ടി വരും. അപ്പം എൻ്റെ ജിപേയിലാണ് പൈസ ഉള്ളത്. അപ്പം അത് കടയിൽ കൊണ്ട് കൊടുത്താൽ കിട്ടുമോ? ആർക്കെങ്കിലും ജിപേ ചെയ്യണം. പക്ഷെ എനിക്ക് നാളെ നല്ലൊരു കൈനീട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അവരെല്ലാം നാളെ സ്വിച്ച് ഓഫ് ആയി പോകുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നെ കാണുമ്പോഴേ ഇപ്പം എല്ലാവരും ഓടുക, വിഷു അല്ലേ ബൈ. ഞാനും എൻ്റെ അതുകൊണ്ടിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അയ്യോ, തുപ്പൊന്നും ചെയ്യരുത്, വിഴുങ്ങോട്ട്. നാളെ സദ്യ ഉണ്ട്. പായസം ഇല്ലേ? പായസം ഉണ്ട്, സദ്യ ഉണ്ട്. രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം ഒരു കുഞ്ഞ് ഷൂട്ടുണ്ട്. നാളെ സംഭവം ബഹുലമായിരിക്കും എൻ്റെ വിഷു. നാളെ 2 നേരത്തെ സദ്യ, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. കൈനീട്ടോ സദ്യയും. പിന്നെ എനിക്ക് കുറേ അത് തന്നെ 3 നേരം സദ്യ. ഓ, രാവിലെ നീ സദ്യ കാണും? ഉച്ചയ്ക്കും രാത്രിയല്ലേ? അപ്പോൾ 2 ഉള്ളൂ. രാവിലെ സദ്യ കാണോ? പിന്നെ അറിയത്തില്ല, അത് പറഞ്ഞ കേട്ടോ. പക്ഷേ പിന്നെ എനിക്ക് കുറേ വിഷു ഉടുപ്പ് കിട്ടി. എനിക്കെല്ലാം കൊണ്ട് നല്ലൊരു വിഷു ആവാൻ പോവാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അല്ലേ? അതെ, ഓക്കെ. ഞങ്ങൾ മാല കെട്ടിക്കഴിഞ്ഞ് ഇപ്പൊ കണി വെക്കാൻ പോകും, അല്ലേ അമ്മ? എങ്ങോട്ടും പോകുന്നൊന്നുമില്ല, അപ്പുറം വരെ, ഹാള് വരെ കണി വെക്കാനായിട്ട് പോകും. രീതിയൊക്കെ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓ ഗൈസ്, ഞങ്ങൾ പൂജാമുറിയിലേക്ക് പോകും ഗൈസ്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓ, കൃഷ്ണന്റെ ഇത് കണ്ടോ? ഇന്ന് വിഷുവിന്റെ ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. രാവിലെ എഴുന്നേറ്റത് അങ്ങനെ ഒത്തിരി നേരത്തെ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് രാവിലെ ഒരു ചെറിയ ഇന്റർവ്യൂ പോലെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. കിടങ്ങൂർ അമ്പലത്തിലാണ് പോയേ. എന്നിട്ട് അതിന് മുന്നേ രാവിലെ കണി കണ്ടു. പിന്നെ ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്തു, അമ്പലത്തിൽ പോയി. ഇത് അമ്പലത്തിൽ പോയി മടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. വെയിലെന്ന് പറഞ്ഞാൽ അമ്പോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവരൊക്കെ വിഷു സദ്യ ഉണ്ണാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ അച്ഛച്ചയുടെ അച്ഛമ്മയുടെ അടുത്ത് പോയി. അവിടെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയും ഒന്ന് കഴിക്കാറായാൽ മതിയായിരുന്നു. എനിക്ക് ഈ സെറ്റ് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇത് ഊരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ ഊരിയില്ല. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊരു അമ്മയുടെ കുഞ്ഞിലത്തെ പോലെ തോന്നുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇത് ഊരിയില്ല. അതെ, എൻ്റെ കുഞ്ഞിലത്തെ എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല. അമ്മ എന്നോട് പറയാം കുഞ്ഞമ്മന്ന്. ഞാൻ പറ എന്നെ കാണാൻ അമ്മയുടെ കുഞ്ഞിലത്തെ പോലെ ഇല്ല. അമ്മ പറഞ്ഞു അതെ, നീ ഒരു കുഞ്ഞമ്മയായത്. നമ്മൾ സദ്യ ഉണ്ണുകയാണ് ഗായ്സ്. ആ പുറകെ നിൽക്കുന്ന 10,000 രൂപ കിട്ടിച്ചിന്. ആദ്യമായിട്ട് 10,000 രൂപ കൈയിടിക്കണം. എല്ലാരും കൈയിടിക്കണം മക്കളെ. ആ ഒറ്റ നോട്ടെ 10,000-ന്റെ. പിന്നെ വെറും 5,000-ന്റെ ശല്യം കാരണം കൊടുത്ത 50,000-ന്റെ ഒറ്റ നോട്ട്. 1 ലക്ഷം. ഹാപ്പി വിഷു. താങ്ക് യു. പാടി. എന്റെ വൈഫിന് 1 കോടി. 5 കോടി. അപ്പൊ സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞ് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനൊക്കെ പോയി തിരിച്ചെത്തി. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഇവിടെ തന്നെ, നമ്മുടെ കോട്ടയത്ത് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ പോയി തിരിച്ചെത്തി. ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഇല്ല. നമ്മുടെ ഇവിടെ വിഷുവിന് അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന അധികം കണ്ടിട്ടില്ല. ഈ സൈഡിലോട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ആയിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ഒരിത് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം, ഞങ്ങൾക്കാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്നത് വലിയ ഇഷ്ടം. അപ്പോൾ ഇവിടെ ഒരാഗ്രഹം, എന്നാൽ പിന്നെ പടക്കം പൊട്ടിച്ചാലോ എന്ന്. ഇപ്പോഴാണെങ്കിൽ നോക്കിയിട്ട് എങ്ങും പടക്കം കിട്ടുന്നില്ല. ഞാൻ വരുന്ന വഴിക്കൊന്നും എങ്ങും ഇല്ലായിരുന്നു. അപ്പം ഞാനും അച്ഛയും കൂടി ഇനി അത് പോയി നോക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സദ്യ ഉണ്ണാൻ പോകണം. അതൊക്കെയാണ് ഇവിടുത്തെ വിഷു പരിപാടികൾ.
എല്ലാവരുടെയും വിഷു ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നോട് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇവിടുത്തെ വിഷു പരിപാടികൾ ഇതൊക്കെയായിരുന്നു. എനിക്ക് സദ്യ കൊണ്ടിട്ട് ഇങ്ങനെ മത്ത് പിടിക്കുന്ന പോലെയാണ്. ഇവിടെ ആണെങ്കിൽ 2 നേരവും സദ്യ ഉണ്ണും, രാത്രിയിലും ഉച്ചയ്ക്കും സദ്യ ഉണ്ണും. പിന്നെ ഇഷ്ടംപോലെ വിഷു കൈനീട്ടമൊക്കെ കിട്ടി. ഇപ്രാവശ്യം എനിക്ക് ഒത്തിരി വിഷു കൈനീട്ടം കിട്ടി, കുറേ കിട്ടി. അത് എനിക്ക് കൂടുതലും ജീപ്പേയിലാണ്. എൻ്റെ ജീപ്പേ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു. മിക്കതും ഞാൻ ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വിഷുവായ എനിക്ക് വിഷു കൈനീട്ടം വേണം, എനിക്കത് നിർബന്ധം. അതുകൊണ്ട് പിന്നെ അവന്മാർക്കുള്ള വിഷു കൈനീട്ടം അമ്പാടിക്കും അതുകൊണ്ടും നന്ദൂനും ഒക്കെ ഉള്ള വിഷു കൈനീട്ടം എൻ്റെ ജീപ്പയിലേക്ക് എല്ലാവരും ഇടുക. അപ്പം ഞാനത് മുക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ കൈനീട്ടം ഇട്ടിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങണം എന്നുള്ളത്. ഇനി അതൊക്കെ വാങ്ങിക്കൊടുക്കണം. എങ്ങും ചേഞ്ച് ഇല്ല. നമ്മൾ ജീപ്പേ ചെയ്ത് കൊടുത്തിട്ട് പൈസ വാങ്ങാന്ന് വെച്ചാൽ കടയിലൊന്നും എനിക്കൊന്നും വിഷുവൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വന്ന് ചേഞ്ച് വാങ്ങിയിട്ട് പോയിന്ന്. ഞാൻ എല്ലായിടത്തും നോക്കി, എനിക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് ചേഞ്ചിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറേ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് ചേഞ്ചൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിഷു പരിപാടി. സൂപ്പർ വിഷു ആയിരുന്നു ഇന്നത്തെ. നല്ല സദ്യയും, എനിക്ക് സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പാലട പായസമായിരുന്നു എൻ്റെ മെയിൻ, അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ പടക്കം വാങ്ങാൻ പോകണം. ഒത്തിരി പടക്കമൊന്നും വാങ്ങുന്നില്ല, ഒരു കുറച്ച് വല്ലതുമേ വാങ്ങുള്ളൂ. അപ്പം അത് വാങ്ങണം, പൊട്ടിക്കണം, സദ്യ വിടാൻ പോകണം. ഇതൊക്കെയാണ് വീണ്ടും പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. ബൈ.